ഗൈസ് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്ലെയർ റിവ്യൂ ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്നൊരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുമെന്ന്. അപ്പോൾ ആ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് വെച്ച് ഞാൻ സൈൻ ചെയ്തത് നമ്മുടെ മുവാനീനെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂവും പ്രോഗ്രഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കാർഡ് വരുന്നത്. ഒരു ഗോൾ പോസ്റ്റർ കാർഡാണ്. ഫിനോമിനൽ ഫിനിഷിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡബിൾ ടച്ച്, വൺ ടച്ച് ഒക്കെ ഓൾറെഡി ഈ ഒരു കാർഡിന് ഉണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു സ്ട്രൈക്കറിന് വേണ്ട അത്യാവശ്യം ആട്രിബ്യൂട്ട്സും സ്കില്ലൊക്കെ ഓൾറെഡി ഉള്ളൊരു കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ പ്രോഗ്രഷനാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രോഗ്രഷൻ വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ബൂസ്റ്റർ കൊടുത്തേക്കുന്ന എജിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒഫൻസീവ് അവയർനെസ് ഒരെണ്ണം കൂടി കൂട്ടണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് കൊടുക്കണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു പ്രോഗ്രഷൻ വെച്ച് നമ്മൾ 2-3 കളി കളിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ആ ഒരു കളിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വന്നേക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു റിവ്യൂ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ആ ഒരു ഗെയിം പ്ലേ നോക്കാം. അപ്പോൾ ഗൈസ് ഈ ഒരു കാർഡ് നോക്കാനാണെങ്കിൽ നെഗറ്റീവ് തന്നെ നമുക്ക് ആദ്യം പറയാം. എൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോമിൻ്റെ കാര്യമായിരുന്നു. ഈ ഒരു കാർഡ് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ലൈവ് അപ്ഡേറ്റ് ഒക്കെ ഈ ഒരു കാർഡിനെ ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗെയിം പ്ലേയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡ് അധികം ഫോം വരുന്നില്ല. എപ്പോഴും ഒരു സി ഫോം എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കണം. അതാണ് മെയിനായിട്ട് ഫസ്റ്റ് പറയാനുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഒരു നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫിനിഷിംഗ് ആണ്. ഒരു 88 ഫിനിഷിംഗ് എന്തോ ഈ ഒരു കാർഡിന് വരുന്നുള്ളൂ. അപ്പോൾ ചില ചാൻസുകളെല്ലാം ഒരു ഷുവർ ഗോൾ നമ്മൾ പ്രതീക്ഷിച്ചാലും ചിലപ്പോൾ അടിച്ചത് കീപ്പറിൻ്റെ കൈ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ഈ കാർഡ് പെർഫോം ചെയ്യുമെങ്കിലും ചില സമയത്ത് ഇതിൻ്റെ ഒരു ഫിനിഷിങ് എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാറിൻ്റെ പൊസിഷനിങ് ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റൺ എടുക്കാൻ പറ്റും പാകത്തിന് നിൽക്കുന്നൊരു പൊസിഷനിങ് ആണ് പുള്ളിയുടെ വരുന്നത്. എപ്പോഴും റൺ എടുത്തിട്ടിരിക്കുന്ന ഒരു പ്ലേയിങ് സ്റ്റൈൽ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല രീതിക്ക് റണ്ണ് മുമ്പോട്ട് എടുക്കുന്നുണ്ട്, ബോൾ റിസീവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല സപ്പോർട്ടീവായിട്ട് കളിക്കുന്ന രീതിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ 2 CF ഇട്ടാണ് നമ്മൾ കളിക്കണമെങ്കിൽ നല്ല രീതിക്ക് ഒരു സപ്പോർട്ട് വേറെ സ്ട്രൈക്കറിന് കൊടുക്കുന്നുണ്ട് ഈ ഒരു കാർഡ്. ഈ ഒരു കാർഡിൻ്റെ മെയിനായിട്ടുള്ള പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നോട്ടെടുക്കുന്ന റണ്ണ് തന്നെയാണ്. നല്ല രീതിക്ക് ഡിഫൻസിൻ്റെ ഒപ്പം നിന്ന് ആ ഒരു ഡിഫൻസീവ് ലൈൻ്റെ ഒപ്പം നിന്നിട്ട് പെട്ടെന്നൊരു ബോൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫൻസിനെ ബീറ്റ് ചെയ്തിട്ട് മുമ്പോട്ടോടി ഗോൾ അടിക്കാനൊക്കെ പറ്റുന്നൊരു കഴിവുള്ളൊരു പ്ലെയറാണ് ഈ ഒരു മുവാനി. അപ്പോൾ ജെനുവിനായിട്ട് നമ്മൾ ഈ ഒരു കാർഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരു കാർഡ് തന്നെയാണ്. നല്ല രീതിക്ക് ഗോൾ സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. പിന്നെ നെഗറ്റീവ് കാര്യങ്ങളിൽ ആ ഒരു ഫോമിൻ്റെ കാര്യങ്ങൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ആരെ സൈൻ ചെയ്യണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഈ ഒരു കാർഡിന് നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത പ്രോഗ്രഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രഷൻ എല്ലാം കൊടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നടക്കണം. ഓക്കെ.